ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ അച്ഛന്മാരും മെത്രാന്മാരും എന്നാണ് നേരെയാവുക? വടക്കേ ഇന്ത്യയിലെ ഒരു അതിരൂപതയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കും. 2021 കേരളത്തിന് പുറത്തുള്ള സകല രൂപതകളും ഏകീകൃത കുർബാന നടപ്പാക്കിയപ്പോൾ ഈ രൂപതയുടെ, അന്നത് അതിരൂപതയായിട്ടില്ല, മെത്രാൻ മാത്രം അദ്ദേഹം ഉൾപ്പെടെയുള്ള മെത്രാൻ സിനഡ് എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തു. അദ്ദേഹത്തിൻ്റെ രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുകയില്ല എന്ന തെറ്റായൊരു തീരുമാനമെടുത്തു. പക്ഷേ ആ രൂപത്തിൽ അൽമായർ, സത്യവിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നത് മൂലം സഭയുടെ തീരുമാനം നടപ്പാക്കാൻ മെത്രാൻ നിർബന്ധിതനായി. ആ സമയം മുതൽ ഈ അടുത്ത കാലം വരെ എല്ലാ പള്ളികളിലും വളരെ ഭംഗിയായി കുർബാനയുടെ കാര്യങ്ങൾ നടന്നു പോവുകയായിരുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തോന്യാസത്തിൽ നിന്നും അഴിഞ്ഞാട്ടത്തിൽ നിന്നും പ്രചോദനം സ്വീകരിച്ചിട്ടെന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ളൊരു ശ്രമം. വിശുദ്ധ കുർബാനയിലെ സർവാധിപനം കർത്താവേ എന്ന് പറയുന്ന പാട്ട് ആ സമയത്ത് ദേവാലയവിരി തുറന്ന് കർത്താവിനെ നമിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു ഗാനമാണ്. അപ്പം ആ സമയത്ത് വചന ശുശ്രൂഷയുടെ ഭാഗത്തായതുകൊണ്ട് വൈദികൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നത്. ആ സർവാധിപനം പാട്ട് പാടുമ്പോൾ, വിരി തുറക്കുമ്പോൾ വൈദികൻ മതബഹയിലേക്ക് തിരിഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ നമിച്ച് ആരാധിക്കുക. അതാണ് പതിവ്, അതാണ് ശരി, അതാണ് തക്സയിലുള്ളത്. അതിന് പകരം സർവാധിപനം കർത്താവെ നിന്നെ ഞങ്ങൾ നമിക്കുന്നു പറയുമ്പോൾ വൈദികൻ മതബഹയിലേക്ക് തിരിയാതെ ജനങ്ങളെ നമിക്കുക. സർവാധിപനം കർത്താവ് അങ്ങനെ ജനങ്ങളെയാണോ നമിക്കേണ്ടത്? ജനങ്ങളെ മുഴുവൻ കർത്താവിനെയാണ് നമിക്കുന്നത്. ഈ വൈദികൻ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് മതബഹയിലേക്ക് തിരിഞ്ഞ് കർത്താവിനെ നമിക്കുന്നതിന് പകരം ജനങ്ങളെ നമിക്കുന്നത് ശരിയാണോ? അത് വിഗ്രഹാരാധനയല്ലേ? ഈ കർത്താവിലേക്ക് ഒന്ന് തിരിയാൻ എന്താ ഇത്ര മടി വൈദികർക്ക്? എന്തിനാണ് ഈ സർവാധിപനം കർത്താവിൽ നിന്നെ നമിക്കുന്നത് പറയുമ്പോൾ ജനങ്ങളെ നമിക്കുന്നത്? ഇത് നമ്മൾ നമസ്ത പറയുമ്പോഴത്തെ ഒരു പരിപാടിയാണോ? എന്തിനാ ഇങ്ങനെ സഭാവിരുദ്ധ പ്രവർത്തനം അച്ഛന്മാർ ചെയ്യുന്നത്? മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധം എന്തിനാണ് ചെയ്യുന്നത്? എന്ത് പുണ്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അപ്പൊ ഈ വികാരിച്ചൻ പറഞ്ഞു അത്രേ, ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? ഒന്ന് കാണിക്കണം. ഇനി കാണിച്ചാൽ തന്നെയും ആ ഇൻസ്ട്രക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് കൊടുത്ത ആള് അധികാരമുള്ള ആളാണെങ്കിൽ ആ ആള് സീറോ മലബാർ സഭയിൽപ്പെട്ട മെത്രാനോ മെത്രാപ്പൊലിത്തയോ ആയിരിക്കില്ല. കാരണം സീറോ മലബാർ സഭയിൽപ്പെട്ട മെത്രാന്മാരും മെത്രാപ്പൊലിത്തവരും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം ഭംഗിയായി നടന്നിരുന്ന ഒരു രൂപതയിൽ ഇങ്ങനൊരു 3/4 മിനിറ്റ് നേരം കർത്താവിനെ നമിക്കുന്നതിന് പകരം ജനങ്ങളെ നമിക്കുന്നതിലൂടെ ഈ മെത്രാപ്പൊലിത്തയ്ക്കും മെത്രാനും വൈദികർക്കും എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എന്ത് പുണ്യമാണ് കിട്ടുന്നത്? ദൈവജനത്തെ സത്യവിശ്വാസത്തിൽ നയിക്കാനായി പട്ടമേറ്റവര് ഇതുപോലെ കൊടും പാപം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു ദൗർബല്യമൊന്നുമല്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ദൗർബല്യം കൊണ്ട് പാപം ചെയ്തു പോകും. ഇതങ്ങനെ ദൗർബല്യമൊന്നുമല്ലല്ലോ, ഇത് കുടില മനസ്ഥിതിയല്ലേ. ദൈവജനത്തെ നയിക്കാൻ വേണ്ടി പട്ടമേറ്റവര് നമ്മൾ. ഇപ്പൊ ദൈവജനം ഈ പട്ടമേറ്റവരെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ എന്താണ് മെത്രാപ്പൊലിത്തയും ആ മെത്രാപ്പൊലിത്തയുടെ കീഴിലുള്ള ചില വൈദികരും ലക്ഷ്യം വെക്കുന്നത്? എന്തിനാണ് നിങ്ങൾ വെറുതെ തിന്മ ചെയ്യുന്നത്? ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും വൈദികരും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ദൈവജനം സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടും. അവർക്കെതിരെ ഏത് മെത്രാപ്പൊലിത്തയോ മെത്രാനോ വൈദികരോ പാളയം അടിച്ചാലും അവർ ശരിയായ ലിറ്റർജിക്ക് വേണ്ടി പൊരുതും. അവർ മരിക്കും അതിനു വേണ്ടി. അത് കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. കർത്താവ് തൻ്റെ പരിശുദ്ധ റൂഹായിലൂടെ അവരെ ശക്തിപ്പെടുത്തുന്നത് കൊണ്ടാണ്, പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ്
അങ്ങനെയാണ് അനേകം വിശുദ്ധര് കത്തോലിക്ക സഭയിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഈ 6 ദിവസത്തെ ജോലിയുടെ സമ്മർദ്ദവും കുടുംബജീവിതത്തിന്റെ വ്യഗ്രതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ 100,000 കാര്യങ്ങളാണ് ഒരു കുടുംബത്തിനുള്ളത്. അങ്ങനെ പലപ്പോഴും മനസ്സിടിഞ്ഞിട്ടാണ് മനുഷ്യർ നിൽക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഒന്ന് സ്വസ്ഥമായി കുർബാനയിൽ സംബന്ധിച്ച് കർത്താവുമായി ഒന്നാകാൻ ആഗ്രഹിച്ചു വരുമ്പോൾ അവരെ പീഡിപ്പിക്കുന്നവരായി മെത്രാപ്പോലീത്തയും മെത്രാന്മാരും അച്ഛന്മാരും മാറുന്നത് എന്തുകൊണ്ട്? ഇതല്ലേ ശരിക്കുള്ള മതമർദ്ദനം? വടക്കേ ഇന്ത്യയിൽ പുറത്തു നിന്നുള്ളവരുടെ മതമർദ്ദനമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയണമെന്നില്ല. അതിനേക്കാളും വേദനാജനകമായ മതമർദ്ദനമല്ലേ ഇത്? കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞില്ലേ യൂദാസിനെ കുറിച്ച്, എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ എൻ്റെ പ്ലേറ്റിൽ നിന്ന് എൻ്റെ പാത്രത്തിൽ നിന്ന് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കൊരു കുതികാലി ഉയർത്തിട്ട് എൻ്റെ നെഞ്ചത്തെ ചവിട്ടിയത്. എനിക്കതൊരു കുതികാലി ഉയർത്തി. നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരായ മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും വൈദികരും തന്നെ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടുകയാണ്. ഇതല്ല ഏറ്റവും വലിയ മതമർദ്ദനം. നമ്മുടെ അച്ഛന്മാരും മെത്രാന്മാരും എന്നാണ് നേരെയാവുക? നേരെയാകാത്തവരെ നോക്കി, അത് അച്ഛന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും മാത്രമല്ല കേട്ടോ. കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞ ചില തിരുവചനങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. കപടഭക്തരായ വേദശാസ്ത്രിമാരെ, ഫരിസയരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടഭക്തരായ വേദശാസ്ത്രിമാരെ, ഫരിസയരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകസന്തതിയാക്കുന്നു. കപടഭക്തരായ വേദശാസ്ത്രിമാരെ, ഫരിസയരെ, ആരെങ്കിലും ശ്രീകോവിലിനെ കൊണ്ട് സത്യം ചെയ്താൽ ഒന്നുമില്ല എന്നും ശ്രീകോവിലിന്റെ സ്വർണത്തെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണ് എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! മൂഢന്മാരും അന്ധന്മാരുമായവരെ, ഏതാണ് വലുത്? സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ശ്രീകോവിലോ? ബലിപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ല, അതിന്മേലുള്ള ബലിവസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണ് എന്ന് നിങ്ങൾ പറയുന്നു. കുരുടന്മാരെ, ഏതാണ് വലിയത്? ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമോ? ഈ അവസാനം പറഞ്ഞ വചനം ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് വായിക്കുകയാണ്. ബലിപീഠത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒന്നുമില്ലെന്നും അതിന്മേലുള്ള ബലിവസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ കടപ്പെട്ടവനാണെന്നും നിങ്ങൾ പറയുന്നു. കുരുടന്മാര്, ഏതാണ് വലിയത്? ബലിവസ്തുവോ ബലിവസ്തുവിനെ വിശുദ്ധീകരിക്കുന്ന ബലിപീഠമോ? ഇതേക്കുറിച്ച് തന്നെ ഇതേക്കുറിച്ച് തന്നെ ഈ ബലിപീഠത്തെക്കുറിച്ച് തന്നെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. 2021 മറ്റാണ്. അത് വലിയ വൈറലായിട്ടാണ് പിന്നെ ഞാൻ ഈ യൂട്യൂബിലൂടെ പിന്നെ ലിറ്റർജിയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത്, എറണാകുളത്തെ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയതും. എന്തിനാ ഇങ്ങനെ കർത്താവിന് ശാപം വിളിച്ചു വരുത്തുന്നത്? മെത്രാപ്പൊലീത്തയെ, മെത്രാന്മാരെ, വൈദികരെ, നാം അച്ഛന്മാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും എന്നാണ് നേരെയാവുക? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.